ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് വാരാണസി മണ്ഡലത്തിൽ നിന്നാണ്. 17ാമത് ലോക്സഭയുടെ നേതാവായിട്ടാണ് നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആ ലോക്സഭയുടെ നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കുക, 17ാമത് ലോക്സഭാ നേതാവ്. ഇനി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എന്നാൽ നമുക്കറിയാം, 2 സഭകളുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പോൾ ഈ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് സ്പെഷ്യലായിട്ട് ചോദിക്കും. അവിടെ ഗുലാം നബി ആസാദാണ്. അവിടെ അങ്ങനെ ഒരാളുണ്ട്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, അത് ഗുലാം നബി ആസാദാണ്. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവുണ്ടോ അല്ലെങ്കിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഇനി രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ്. അമിത്ഷാ നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. ഓക്കെ, ആഭ്യന്തരമന്ത്രി ആരാണ്? അമിത്ഷയാണ്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാണ്. തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് നിർമ്മല സീതാരാമൻ. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇപ്പോഴത്തെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ. ഈ നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ 2ാമത്തെ വനിതാ ധനമന്ത്രിയാണ്. അപ്പോൾ ആദ്യത്തെ ആളാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ 2ാമത്തെ വനിതാ ധനമന്ത്രി എന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഇനി എസ് ജയശങ്കർ അഥവാ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഓർത്തു വയ്ക്കുക. എസ് ജയശങ്കർ അഥവാ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, അദ്ദേഹമാണ് ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി. ഇനി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, അതായത് ഇതിനു മുൻപ് മാനവ വിഭവശേഷി വകുപ്പ് എന്നുള്ളതായിരുന്നു ഈ വകുപ്പിൻ്റെ പേര്. അത് മാറിയിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളതാക്കിയിട്ടുണ്ട്. രമേശ് പൊക്രിയാൽ നിഷാങ്ക്, അതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്, രമേശ് പൊക്രിയാൽ നിഷാങ്ക്. നമ്മുടെ കൃഷിമന്ത്രി ആരാണ്? നരേന്ദ്ര സിംഗ് തോമറാണ്. നമ്മുടെ കൃഷിമന്ത്രി ആരാണ്? നരേന്ദ്ര സിംഗ് തോമറാണ്. ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. ഗതാഗത മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. ആരോഗ്യമന്ത്രി ഹർഷ വർദ്ധൻ. ഓക്കെ, ആരോഗ്യമന്ത്രി, ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ റേഡിയോയിലായാലും ഹർഷവർദ്ധൻ എന്ന് പറയുന്ന പേര് വളരെ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക, കണക്ട് ചെയ്ത് വയ്ക്കുക. ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആരോഗ്യമന്ത്രി ആരാണ്? ഹർഷവർദ്ധൻ. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോവാം. റെയിൽവേ മന്ത്രി എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ്. റെയിൽവേ മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലാണ്. ഓക്കെ, ഇനി ക്ഷീരം, ഫിഷറീസ്, മൃഗപരിപാലനം അല്ലെങ്കിൽ മൃഗസംരക്ഷണം എന്ന് പറയുന്ന ഒരു പുതിയ ക്യാബിനറ്റ് വകുപ്പ് ഇവരുണ്ടാക്കി. അതായത് കൃഷി വകുപ്പ്, അതിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കൃഷി വകുപ്പിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയിട്ട് പുതിയൊരു ക്യാബിനറ്റിൻ്റെ വകുപ്പ്, ക്ഷീരം, പാല്, അതുപോലെ ഫിഷറീസ്, അതായത് മത്സ്യബന്ധനം, അതേപോലെ മൃഗസംരക്ഷണം, അതിനൊരു ക്യാബിനറ്റ് മന്ത്രിയെ സ്പെഷ്യലായിട്ട് കൊടുത്തു. അതാണ് ഗിരിരാജ് സിംഗ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഗിരിരാജ് സിംഗ്. അപ്പോൾ സ്പെഷ്യലായിട്ട് പുതിയൊരു വകുപ്പ് ഉണ്ടാക്കിയ കാരണം ആ ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഫിഷറീസ് എന്ന് പറയുന്ന ഭാഗം, അതായത് മത്സ്യബന്ധനം എന്ന് പറയുന്ന ഭാഗത്ത് കറണ്ട് അഫയേഴ്സിലും അതുപോലെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഭാഗത്തും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ചോദ്യം ചിലപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന പേര് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല, കാരണം പഠിത്തമാണ് ഇത് മാറ്റിയിട്ടുള്ളൂ. പഠിത്തം എന്ന് പറഞ്ഞാൽ 2019 ആ സമയത്താണ് ഇത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദ്യം അങ്ങനെ വന്ന് കണ്ടിട്ടില്ല, ചിലപ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആളെന്താണ്? വി മുരളീധരൻ. അദ്ദേഹം മലയാളിയാണ്, സഹമന്ത്രിയാണ്. ഏത് വകുപ്പിലാണ്? ഒന്ന് പാർലമെൻ്ററി കാര്യത്തിലുണ്ട്, വിദേശകാര്യത്തിലുണ്ട്. ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി എന്നാണ് ഇതിനു മുമ്പ് ചോദ്യം കണ്ടിട്ടുള്ളത്, വി മുരളീധരൻ. അദ്ദേഹം ഏത് സ്ഥലത്തു നിന്നാണ് രാജ്യസഭാ അംഗമായത് എന്ന് ചോദിക്കും. മഹാരാഷ്ട്രയിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭാ അംഗമായത്. മലയാളിയായിട്ടുള്ള ആകെ ഉള്ള മന്ത്രിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുമുള്ള ക്യാബിനറ്റ് മന്ത്രി ആണ്, ഏക മന്ത്രിയാണ് ഏത്? വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി 2 പോയിന്റുകൾ കൂടി അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് കേന്ദ്രമന്ത്രിസഭയല്ല, നമ്മുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദാണ്. അതുപോലെ തന്നെ
ലോക്സഭയുടെ സ്പീക്കർ ആരാണെന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ഇത് കേന്ദ്രമന്ത്രിസഭ എന്ന് പറയുമ്പോൾ ലോക്സഭയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്പീക്കർ ആരാണെന്നുള്ള ചോദ്യം വരും. അത് ഓം ബിർള എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓം ബിർള എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഒന്ന് തറപ്പിച്ച് വയ്ക്കുക. കാരണം ഒരു മാർക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ കേന്ദ്രമന്ത്രിമാർ. അതുപോലെ കേരളത്തിലെ മന്ത്രിമാരാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. ഓർമ്മയുള്ളത് തന്നെയാണ്, എന്നാലും തമ്മിലൊന്നും മാറിപ്പോവാതെ. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആരാണ്, അതുപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രി ആരാണെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ തമ്മിൽ മാറിയാൽ ഒരു മാർക്കാണ് പോവുക. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്, അതുപോലെ പ്രതിരോധ മന്ത്രി എന്ന് പറയുമ്പോൾ ആരാണ്, രാജ്നാഥ് സിംഗ് ആണ്. അത്തരത്തിലുള്ള ചെറിയ മെത്തേഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളത് മനസ്സിൽ എങ്ങനെയും പതിപ്പിച്ച് വയ്ക്കുക. എന്നാലാണ് പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരാം. കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി.